ഹായ് ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇതാ വെക്കേഷനിലെ നല്ല വീഡിയോയിലേക്ക് കേട്ടോ പാർട്ട് 1 ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം അതൊരു ദിവസത്തെ ഒരു പകുതി വീഡിയോ പിന്നെ നമ്മൾ വരുന്നതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെക്കേഷനായപ്പോൾ കുട്ടികളെ കൂട്ടിയിട്ട് എൻ്റെ ഉപ്പാടെ വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ താത്ത കുറേ ദിവസമായി മാസങ്ങളായി വിളിക്കണോ 2 ദിവസം വന്ന് നിൽക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടേക്ക് ഞാൻ വരാറേ ഇല്ല, വന്നാലും വേഗം പോവലാണ് സാധാരണ ചെയ്യാറ്. അപ്പം ഇന്നിപ്പോൾ ഒറ്റപ്പാലാണ് വീട്. സ്റ്റാൻഡിൽ നിന്ന് കുറച്ചേ ഉള്ളൂ, ടൗണിൽ തന്നെയാണ് വീട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ. അപ്പോൾ അവിടെ പോയിട്ട് 2 ദിവസം നിൽക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോരുകയാണ്. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മളൊരു സാന്റാക്ലോസിന് കുട്ടികൾ ഒരു ഷോപ്പിൽ കയറിയിട്ട് സാന്റാക്ലോസിന് ക്രിസ്മസ് ട്രീ ഒക്കെ കണ്ടപ്പോൾ ഒന്ന് ഫോട്ടോ എടുക്കലൊക്കെ ആയിട്ടോ. പിന്നെ നമ്മൾ ഒറ്റപ്പാലത്തേക്ക് ബസ്സിനാണ് വന്നത്. ബസ്സിൽ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ഒരു ഓട്ടോ വിളിച്ചിട്ട് അങ്ങനെ വരികയാണ്. ഇതാ റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ സൈഡിൽ ഇവിടെ അടുത്തായിട്ടാട്ടോ, സൈഡ് തന്നെയാണ്, അടുത്തായിട്ടാണ് വീട്. അപ്പോൾ ഹിബുവിന് ഭയങ്കര സന്തോഷമാണ്, കാരണം ട്രെയിൻ പോകുന്നത് കാണാൻ. പുഴയുണ്ട്, പുഴയിൽ വെള്ളമൊന്നും ഇല്ലയെന്നാണ് പറഞ്ഞത്, എന്നാലും പുഴയിലേക്ക് പോവാമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ഇതാ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും നല്ല പോകണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവനെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു അവർ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നു. ഇപ്പം മോളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പോണത്. ഇപ്പം ഇതാ ട്രെയിന് ഭയങ്കര സ്ലോ ആയിട്ട് പോകണം, കാരണം ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ ആ സ്റ്റേഷനിൽ നിർത്തിയിട്ടേ പോവാറുള്ളൂ. അപ്പം നമ്മളിതാ അവർ പോയി വന്നപ്പോൾ തന്നെ താത്താടെ മോള് വന്നിട്ട് ഞങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി വരികയാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ നടന്ന് പോയി കുറച്ച് നേരം അവരെ വീട്ടിൽ കയറി ചായ കുടിച്ച് കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും പുഴ കാണാൻ പോയതാണ്. പുഴ കാണാൻ പോയപ്പോൾ തീരെ വെള്ളമല്ല കേട്ടോ, മരുഭൂമി പോലെ കിടക്കുന്നുണ്ട്. കുറച്ച് പുല്ല് അവിടെ ഇവിടെയുള്ളൂ, തീരെ വെള്ളമില്ലാണ്ട്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം ഇഷ്ടം പോലെ മുറ്റം പോലെ കിടക്കുന്നുണ്ട്, പുഴയാണെന്ന് പറയില്ല. അപ്പോൾ നല്ല കളിയാണ് അവിടെ. പിന്നെ അവർക്ക് ആരും റിലേറ്റീവ്സും വന്നിട്ടുണ്ടായിരുന്നു, അവരെല്ലാവരും കൂടിയിട്ട് നല്ല കളിയിലാണ്. ലുമോളൊക്കെ മണൽ കുഴിച്ചിട്ട് കാലൊക്കെ ഇറക്കി വെച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള കളിയായിരുന്നു കേട്ടോ. അവരൊരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ആ സ്റ്റെപ്പിലിരുന്നിട്ട് നമുക്ക് നോക്കിയാൽ കാണോടത്തേണ് ഇതൊക്കെ വെള്ളമായിരിക്കും കേട്ടോ. സാധാരണ മഴക്കാലമാകുമ്പോൾ ഇതൊക്കെ ഫുള്ള് വെള്ളമായിരിക്കും. നല്ല വേനലായതുകൊണ്ട് വെള്ളം, പിന്നെ ഒരു 2-3 വെയിലടിച്ചാൽ തന്നെ ഒരുവിധം വെള്ളമൊക്കെ പോകും. അതൊക്കെ കഴിഞ്ഞ് കളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ മേമ ഒരു രസം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് താത്താടെ മോള് മരത്തിൽ തേനീച്ച് കൂട് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കിയതാണ്. നോക്കുമ്പോൾ ചെറുതേൻ്റെ കൂടായിരുന്നു കേട്ടോ, നിറച്ച് വലിയ കൂടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തു. ചെറുതേന, അപ്പോൾ പിന്നെ കുഴപ്പമില്ല, കടിക്കണം തേനാണെങ്കിൽ കുട്ടികളൊക്കെ ഉള്ളതാണ്, അപ്പോൾ പ്രശ്നമാണ്. ഇപ്പോൾ ഇത് ചെറുതേനാണ്, വലിയ കൂടായിക്കുള്ളൂ കണ്ടപ്പോൾ. പിന്നെ തൊട്ടടുത്താണ്, ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ നേരെ കാണാൻ പറ്റണ ഒരു ഭാഗത്തായിരുന്നു അത് കേട്ടോ. ഇത് ചെറിയൊരു വെള്ളം മൂവാണ്ടൻ്റെ മാവാണ്. ഒക്കെ കഴിഞ്ഞ് രാത്രിയായപ്പോൾ മക്കൾ ഇതാ ഇരുന്ന് കളിക്കുകയാണ്, നല്ല കളിയാണ്. കുറച്ച് നേരം മണലിലൊക്കെ പോയി വന്നിരുന്ന് അത് കഴിഞ്ഞപ്പോൾ രാത്രി ഒന്ന് മേലെ എഴുതുക. അതിന് മുന്നായിട്ട് ഈ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ നല്ല കളിയിലാണ്. വീട്ടിൽ വന്നിട്ട് അവർ ഹാപ്പിയാണ് വെക്കേഷനായിട്ട്. പിന്നെ നമ്മൾ 3-4 മാസമായി എവിടെയെങ്കിലും പോയി നിന്നിട്ട്, വീട്ടിലേക്കൊന്നും പോക്കുണ്ടായിരുന്നില്ല വെക്കേഷനാകുമ്പോൾ. അധികം നമ്മൾ ഒരു ദിവസമൊക്കെ എന്തിനേലും ഒന്ന് പോയിട്ട് വരിക എന്നല്ലാണ്ട് അങ്ങനെ പോക്ക് കുറവായിരുന്നു. എക്സാമൊക്കെ ആയി, കാരണം ഒന്നില്ലെങ്കിൽ മദ്രസയിലായിരിക്കും അല്ലെങ്കിൽ സ്കൂളിലായിരിക്കും. അപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് തീരെ പോവാറില്ല. ഇത് പിന്നെ ഇവിടുത്തെ നാട്ടാടെ മക്കൾ ഇതിന് മുൻപുള്ള വീഡിയോയിലുണ്ടായിരുന്നു, അവരുടെ ഓരോ ട്രോഫി ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയാണ്. അതൊക്കെ കഴിഞ്ഞ് രാത്രിയായപ്പോൾ താത്താടെ മോൾക്ക് മെയിലാഞ്ചി ഇട്ട് കൊടുക്കലായിരുന്നു കേട്ടോ. വെറുതെ ഒന്ന് ഇട്ട് കൊടുത്താൽ ചെറിയൊരു ഇതുണ്ട്, അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തതാണ്. എല്ലാം കഴിഞ്ഞിട്ട് സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ബിരിയാണി വെക്കാമെന്ന് പറഞ്ഞിട്ട് താത്ത ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതാ മാറ്റിയാണ്, ഫ്രീസറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കവറിൽ നിന്ന് ഒഴിവാക്കുകയാണ് കേട്ടോ. അപ്പോൾ നാളെ ബിരിയാണിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച, പക്ഷേ
എല്ലാവർക്കും ഭയങ്കര ക്ഷീണമായി. അപ്പോൾ പിന്നെ നമ്മൾ നേരെ ഫ്രിഡ്ജിൽ കയറ്റാമെന്ന് പറഞ്ഞിട്ട് എന്താ കയറ്റണം. പക്ഷെ ഫ്രീസറിൽ കൊള്ളണില്ല എന്ന് തോന്നുന്നു. കൊള്ളാൻ ചാൻസ് കുറവാണ്. കണ്ടോ, കൊള്ളൽ കുറച്ച് കുറവാണ്. അപ്പോൾ ഒന്നുകൂടി എടുത്ത് നീക്കി സെറ്റാക്കി വെച്ചു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങളെല്ലാവരും ഉറങ്ങി നീച്ച് കഴിഞ്ഞപ്പോൾ താത്ത ദോശ ഉണ്ടാക്കി. രാവിലെ കിച്ചണിൽ പോയപ്പോൾ ഗോതമ്പ് ദോശയും ചിക്കൻ കറിയാണ് ഇട്ടൊന്ന് ഉണ്ടാക്കണ എളുപ്പത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. പിന്നെ നേരത്തെ ഫുഡൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ നീച്ചിട്ട് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ദോശ ഉണ്ടാക്കി. പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഇതാ നമ്മുടെ ബിരിയാണിക്കുള്ള ചിക്കനിൽ മസാല തേക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ചിക്കൻ മസാലയും കോൺഫ്ലവറോ എന്തൊക്കെ പൊടികളൊക്കെ ഇട്ടിട്ട് അത് മസാല തേച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിലാണ്. വേഗം എളുപ്പം ചെയ്യുക, സിമ്പിൾ വർക്കാണ്. കാരണം വീട്ടിലത്തെ ആൾക്കാരൊന്നും പുറത്തൊന്നും ആരുമില്ല. അപ്പോൾ പിന്നെ നമ്മുടെ ആ ഒരു ഇതിൽ തന്നെയാണ്, വലിയ ഇതൊന്നും നോക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നീച്ച് വരുമ്പോഴത്തേനും അവളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ താത്താന്നൊന്നും വിളിക്കില്ല, എടീന്ന് അല്ല എപ്പോഴും വിളിക്കുന്ന പേരൊക്കെ വിളിച്ചിട്ടുള്ള സംസാരം കാര്യങ്ങളൊക്കെ അത്രയും ഫ്രീ ആണ്. ഫ്രണ്ട്സുകളെ പോലെയാണ് കേട്ടോ ഞങ്ങൾ സിസ്റ്റേഴ്സ്. താത്തിയനി ഞാൻ ചേർത്ത് എൻ്റെ മേലെ 2 താത്താരുണ്ട് കേട്ടോ. ഞങ്ങൾ ഭയങ്കര ഫ്രീ ആയിട്ടുള്ളൊരു ഇതാണ്. ഇതുവിധം എല്ലാവരും അങ്ങനെ തന്നെ ആവും. ഉപ്പൊക്കെ ഇട്ട് ഇനി ചിക്കൻ അതിൽ ഇവള് നാരങ്ങ പിഴിഞ്ഞിട്ടില്ല, അതിലെന്ത് തൈര് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് നേരത്തെ പണികൾ ഒരുങ്ങി എവിടേക്കെങ്കിലുമൊക്കെ നടക്കാൻ പോകണമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ഒറ്റപ്പാലം മായന്നൂർ പാലം വരെ അല്ലെങ്കിൽ വരിക്കാശ്ശേരി മന അങ്ങനെയൊക്കെ വെറുതെ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് തന്നെ നേരത്തെ നീച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ വൈകിട്ട് ഞങ്ങൾ ഉറങ്ങിയപ്പോൾ തന്നെ ഒരു 12:30 മണിയായിരുന്നു കേട്ടോ. വർത്താനമൊക്കെ പറഞ്ഞ് മെല്ലെ ഉറങ്ങിയത്. കാരണം നീക്കാൻ ഞങ്ങൾ കുറച്ച് താമസിച്ചു, ഞാനും മക്കളൊക്കെ. വെറും ചോറ് ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിലിട്ടത്. 8 മണിയാകുമ്പോഴത്തേനൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അവളുടെ എല്ലാം കഴുകി വെച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം എന്താ ചിക്കൻ മസാല കൂട്ടി കുറച്ച് നേരം വെച്ചാൽ പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണിത്. നല്ല കുറച്ച് കളറൊക്കെ കൂട്ടി, കാരണം നല്ല കളർഫുൾ ചിക്കനാണ്. മസാല കൂട്ടുന്നത് കഴുകി വെച്ച ചിക്കൻ അതിലേക്ക് ഇടണം. ട്യൂണ് കൊടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. ഇത്രയും ലോങ് വീഡിയോക്ക് ഞാൻ ആദ്യമായിട്ടാണ് വോയിസ് കൊടുക്കുന്നത്. കൊടുത്തിട്ടുണ്ടെങ്കിലും ലോങ് വീഡിയോക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ എന്താ പറയുകയെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എടുക്കണോ വേണ്ടേന്നൊക്കെ വിചാരിച്ചിരുന്നു. എന്നാലും നമ്മുടെ വീഡിയോ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് വിടണമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ വേഗം ഞാൻ ഓൺ വോയിസ് കൊടുക്കണം എന്ന് വിചാരിച്ചു. ഓൺ വോയിസും പറ്റിയില്ല. പിന്നെ റെക്കോർഡ് ചെയ്തിട്ടാണ് ചെയ്യണത്. അങ്ങനെ നല്ല കളർഫുൾ ചിക്കൻ കേട്ടോ, നല്ല കളറായിട്ടുണ്ട്. ഇനി അതൊന്നും ക്യാമറയുടെ ഒരു ഇത്തിരി ഉതിപ്പും ഉണ്ട് കേട്ടോ. ഇത്രക്കില്ലെങ്കിലും എന്നാലും കുഴപ്പമില്ലാതെ അടിപൊളിയായിട്ട് കണ്ടപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് വന്നു, വായിൽ വെള്ളം വന്നു. അങ്ങനെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് ശേഷം നമ്മൾക്ക് റെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും താത്ത അതാ കിച്ചണിൽ കയറിയിട്ട് ചിക്കൻ കുറേശ്ശെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ തുടങ്ങി. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കണമല്ലോ കേട്ടോ. ഒരുപാട് വെള്ളത്തിൽ നമ്മൾ മസാലയിലിട്ടിട്ട് വേവിക്കാനുള്ളതല്ല. അപ്പോൾ വെറുതെ ഒന്ന് ചിക്കൻ വേവിച്ചെടുക്കണമല്ലോ. അങ്ങനെ എല്ലാം ആൾ വേവിച്ചെടുത്ത് പിന്നെ ഞങ്ങൾ പുറത്ത് വന്നിരുന്നു വർത്താനൊക്കെ പറഞ്ഞിട്ടിപ്പോൾ പിന്നെ പറഞ്ഞു മസാല റെഡി ആയിട്ടുണ്ടെന്ന്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, മസാല വന്നൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും എന്താ ഒരുവിധം 3/4 ഭാഗം അവളുടെ മസാല സെറ്റായി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അത് പാർട്ട് 1 ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഇതിൻ്റെ ബാക്കി വീഡിയോ ഇനി